ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചു. 10 കോടി രൂപയുടെ സേവന പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പുതിയ സാരഥികളുടെ സ്ഥാനാരോഹണം ഞായറാഴ്ച കാഞ്ഞങ്ങാട് വെച്ച് നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ പ്രവർത്തനങ്ങളാണ് ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ഈ വർഷം ഏറ്റെടുക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 10 കോടി രൂപയുടെ സേവന പ്രവർത്തനങ്ങൾ നടപ്പാക്കും. 100 അംഗനവാടികൾക്ക് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാൻ 1 ലക്ഷം രൂപ വീതം നൽകും. 30 നിർധനർക്ക് വീട് നിർമ്മിച്ചു നൽകാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നമ്മുടെ സേവന പ്രവർത്തനങ്ങൾ മുഖ്യമായിട്ട് ഊന്നി നിൽക്കുന്നത് കാഴ്ച, വിശപ്പ്, പരിസ്ഥിതി, കുട്ടികളിലുള്ള ക്യാൻസർ, ഡയബറ്റിസ്, ദുരന്ത നിവാരണം, യുവജനക്ഷേമം, മാനവ വികസനം എന്നുള്ള 8 മേഖലകളിലാണ് ലയൺസ് ക്ലബ്ബുകൾ അവരുടെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഈ വർഷത്തെ ഈ കൊല്ലത്തെയുള്ള എല്ലാ സേവന പ്രവർത്തനങ്ങളും ഇവിടെ അന്ന് ഉദ്ഘാടനം ചെയ്യാണ് 26-ാം തീയതി ഞായറാഴ്ച. 400 പേർക്ക് കൃത്രിമ കാലുകളും 100 പേർക്ക് ഓർത്തോട്ടിക് ഉപകരണങ്ങളും സൗജന്യ കേൾവി ശക്തിക്കുള്ള ഉപകരണങ്ങളും വിതരണം ചെയ്യും. പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്ററുകളും തിരുവോര കച്ചവടക്കാർക്ക് കുടകളും നൽകാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ക്യാബിനറ്റ് സ്ഥാനാരോഹണം ഞായറാഴ്ച കാഞ്ഞങ്ങാട് പാലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചടങ്ങിൽ ഈ വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടക്കും. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മാഹി ജില്ലകൾ ഉൾപ്പെടുന്ന ലയൺസ് ഡിസ്ട്രിക്റ്റിന്റെ ഗവർണറായി ടൈറ്റസ് തോമസും വൈസ് ഗവർണർമാരായി PS സൂരജും വത്സല ഗോപിനാഥും സ്ഥാനമേറ്റെടുക്കും. ക്യാബിനറ്റ് സെക്രട്ടറിമാരായ വിനോദ് ഭട്ടതിരിപ്പാട്, MV വിനോദ് കുമാർ, സർവീസ് കോർഡിനേറ്റർ സിദ്ധാർത്ഥ് വണ്ണാരത്ത്, KPT ജലീൽ, പ്രോഗ്രാം കോർഡിനേറ്റർ പ്രസൂൺ കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.